നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിൽ സമാപിച്ചപ്പോൾ അവസാന ദിവസവും കണ്ടത് ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ ചെറ്റത്തരമെന്ന് മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സർക്കാർ കോടികളുടെ കള്ളപ്പിരിവ് നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ്. സമാപന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി BJP. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച നവകേരള യാത്ര തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അവസാനിച്ചപ്പോൾ സമാനതകളില്ലാത്ത ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്കാണ് കേരളം വേദിയായത്. യാത്ര തലസ്ഥാന ജില്ലയിലേക്ക് കടന്നതോടെ പ്രതിഷേധം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങി. യാത്രയുടെ അനുഭവം സംസ്ഥാനത്തിന് പുതിയ ഊർജം പകർന്നതെന്ന് മുഖ്യമന്ത്രി. ഈ പരിപാടി ആർക്കും എതിരായുള്ള പരിപാടിയല്ല, നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള പരിപാടി. ജനങ്ങളാകെ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കും. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കോടികളുടെ കള്ളപ്പിരിവ് നടത്തിയാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് യുവമോർച്ച പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നവകേരള സദസ്സ് സമാപന വേദിയിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. അതേസമയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാതെ വകുപ്പുകളുടെ ഒളിച്ചുകളി തുടരുകയാണ്. 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിൽ KPCC അധ്യക്ഷൻ K. സുധാകരനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് പോലീസ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേസിൽ രണ്ടാം പ്രതിയാണ്. രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, പാലോട് രവി, JB മേത്തർ തുടങ്ങിയ നേതാക്കളെയും പ്രതി ചേർത്തു. കണ്ടാലറിയാവുന്ന 500ഓളം പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് ഇന്നലെയാണ് കോൺഗ്രസ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നവകേരള സദസ്സ് സമാപിച്ചുവെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത നടപടിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അക്രമം അഴിച്ചുവിട്ടുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ട പ്രതിഷേധ സമരങ്ങളുടെ രീതി പാർട്ടി കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കും. ഇതുവരെ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ വിജയം കണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കെതിരായ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം തുടരുന്നു. പ്രതിപക്ഷ നേതാക്കൾക്ക് പുറമെ പൊതുസമൂഹവും സർക്കാർ നടപടിക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. തുടർച്ചയായി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിൽ KUWJ അടക്കം സർക്കാരിന്റെ പ്രതിഷേധം അറിയിച്ചു. പ്രശ്നത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വിഷയത്തിൽ നിയമ വഴികളിലേക്ക് കടന്നിരിക്കുകയാണ് 24. നവകേരള സദസ്സിന് പിന്നാലെ ഇന്ന് ചേർന്ന LDF യോഗം മന്ത്രിസഭാ പുനഃസംഘടനയിൽ തീരുമാനമെടുക്കും. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തും. ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. മന്ത്രിസഭാ രൂപീകരണ സമയത്തുണ്ടായ ധാരണപ്രകാരം ഘടകകക്ഷികളായ 4 MLA-മാരിൽ 2 പേർക്ക് 2.5 വർഷവും മറ്റ് 2 പേർക്ക് 2.5 വർഷവുമാണ് തീരുമാനിച്ചത്. ഇതുപ്രകാരം ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും മാറി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തും. മുൻ ധാരണപ്രകാരമാണെങ്കിൽ നവംബർ അവസാനം പുനഃസംഘടന നടക്കേണ്ടതായിരുന്നു. എന്നാൽ മന്ത്രിസഭയുടെ കേരള പര്യടനം നടക്കുന്നതുകൊണ്ടാണ് പുനഃസംഘടന നീണ്ടുപോയത്. നവകേരള സദസ്സ് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് പുനഃസംഘടനയിലേക്ക് ഇടതുമുന്നണി കടക്കുന്നത്. ഇന്ന് ചേരുന്ന മുന്നണി യോഗം മന്ത്രിമാരെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. മുന്നണി തീരുമാനം വരുന്നതിന് പിന്നാലെ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെക്കും. ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ ഈ മാസം 29-ന് രാജ്ഭവനിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിൽ നടക്കും. ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും. ഇരുവരും ഇതേ വകുപ്പുകൾ നേരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് RJD നൽകിയ കത്തും യോഗം പരിഗണിക്കും. തങ്ങളാണ് യഥാർത്ഥ JDS എന്ന് കാട്ടി CK നാണു നൽകിയ കത്തും യോഗത്തിൽ വരും. 24 തിരുവനന്തപുരം. ഡൽഹിയിൽ വായു മലിനീകരണം വീണ്ടും രൂക്ഷം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 500-ന് മുകളിലേക്ക് ഉയർന്നു. പലയിടങ്ങളിലും പുകമഞ്ഞ് രൂപപ്പെട്ടു.
താപനിലയിലെ ഇടിവും കാറ്റിന്റെ വേഗത കുറഞ്ഞതും മലിനീകരണ തോത് ഉയർത്തി. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് നിർദ്ദേശിച്ചു. ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും BS3 പെട്രോൾ വാഹനങ്ങൾക്കും BSF ഡീസൽ വാഹനങ്ങൾക്കും ഡൽഹിയിൽ നിരോധനം ഏർപ്പെടുത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായമായില്ല. ക്രിസ്മസ് ദിനത്തിൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഒരു കുർബാന മാത്രം സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ നടത്തും. പിന്നീട് ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് വൈദിക സമിതി അറിയിച്ചു. ക്രിസ്മസ് ദിനം മുതൽ എല്ലാ കുർബാനകളും ഏകീകൃത രീതിയിൽ അർപ്പിക്കാനായിരുന്നു മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിർദ്ദേശം. ഉത്തരവ് ലംഘിച്ചാൽ നടപടിയെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് അൽമായ മുന്നേറ്റം പ്രതികരിച്ചു. പാതിര കുർബാന ഏകീകൃതമായി അർപ്പിക്കരുത് എന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരുങ്ങി നാട്. കൊച്ചി തേവരയിലെ ജോർജ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷം പുൽക്കൂട്ടിലും ക്രിസ്മസ് ട്രീയിലും മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇവർ. കാണാം വീട്ടുമുറ്റത്തെ ക്രിസ്മസ് ഗ്രാമം. മഞ്ഞണിഞ്ഞ റെയിൽപാളത്തിലൂടെ തീവണ്ടികൾ കൂകിപ്പായുകയാണ്. സമീപത്ത് റെയിൻഡിയറുകൾ കെട്ടിവലിക്കുന്ന ഉന്തുവണ്ടികൾ, പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന അരുവി, കൊടും മഞ്ഞിൽ ചൂടുകായുന്നവർ. ക്രിസ്മസ് കാലത്തെ ആഘോഷമാക്കുന്ന ഒരു യൂറോപ്യൻ ഗ്രാമം തേവരയിലെ പുല്ലുമാക്കൽ വീട്ടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പത്ത് വർഷം കൊണ്ട് ശേഖരിച്ച മിനിയേച്ചറുകൾ ഉപയോഗിച്ചാണ് 16 അടി നീളവും 4 അടി വീതിയുമുള്ള ക്രിസ്മസ് വില്ലേജിന്റെ നിർമ്മാണം ജോർജ് സെബാസ്റ്റ്യൻ പൂർത്തിയാക്കിയത്. നോർമൽ ക്രിബ്, ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ആസ് എ ഹോൾ ഒരു വില്ലേജ് മുഴുവൻ ആഘോഷിക്കുകയാണ്. അവിടെ ഉള്ള എല്ലാവിധ ആക്ടിവിറ്റീസും, അവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ സ്ഥാപനങ്ങളും എല്ലാം ആ ഒരു മധ്യകാലം യൂറോപ്പിലോ അമേരിക്കയിലോ കാണുന്നതാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ 10 വർഷം കൊണ്ട് പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു 80% സാധനങ്ങൾ, 85% സാധനങ്ങളും US ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു US കമ്പനി ഉണ്ടാക്കുന്നതാണ്. സോഷ്യൽ മീഡിയകളിൽ കണ്ടും കേട്ടും നിരവധി പേരാണ് ക്രിസ്മസ് വില്ലേജ് കാണാനെത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്, ക്രിസ്മസിന് യൂഷ്വലി മറ്റേ ക്രിബൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ പള്ളിയിലൊക്കെ ഉള്ളത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതും ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതൊക്കെ ഓരോ വർഷമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്ന സാധനമാണെന്നോ. അപ്പോൾ ഭയങ്കര വലിയ എഫേർട്ടാണ്. കാരണം 2 വീക്സ് കൊണ്ട് ഇത്രയും സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നല്ല രസമുണ്ടാണ്. വരും വർഷങ്ങളിൽ വില്ലേജിന്റെ വലിപ്പം കൂട്ടാനാണ് ജോർജ് സെബാസ്റ്റ്യന്റെ ശ്രമം. സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24 കൊച്ചി. ഇനി ശബരിമല വിശേഷങ്ങൾ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 ലക്ഷത്തോളം പേരാണ് 18ാം പടി ചവിട്ടിയത്. ഇന്നലെ മാത്രം 97,286 പേർ ദർശനം നടത്തി. അവധി ദിനങ്ങൾ ആയതിനാൽ തിരക്ക് മുന്നിൽ കണ്ട് സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പമ്പയിലും നിലയ്ക്കലിലും ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അവധിക്കാലമായതോടെ കുട്ടികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച സന്നിധാനത്തെത്തും. ബുധനാഴ്ചയാണ് മണ്ഡലപൂജ. ശബരിമല സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ തിരക്കാണ് ശബരിമലയിൽ കണ്ടത്. ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. ഇന്ന് തിരക്ക് ഏതു തരത്തിലാണ്?
ഗോപിക, മണ്ഡലപൂജയ്ക്ക് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഭക്തജന പ്രവാഹം എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ഇന്നും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ 18ാം പടിക്ക് സമീപമാണ് നിൽക്കുന്നത്. 18ാം പടി കയറുന്ന ഭക്തരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ട്. ഓരോ മണിക്കൂറിലും 4000-ലധികം ഭക്തർ 18ാം പടി കയറിയ ശേഷം ദർശനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 23,000-നടുത്ത ആളുകളാണ് 18ാം പടി കയറി ദർശനം നടത്തിയതെന്നാണ് ഈ കണക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഗോപിക സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് അവധി ദിവസമാണ്, നാളെയും അവധി ദിവസമാണ്. അതുകൊണ്ട് ഈ അവധി ദിനത്തിൻ്റെതായ ഒരു തിരക്ക് കൂടി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ സന്നിധാനം മുതൽ ശബരി പീഠം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നിയന്ത്രണങ്ങളും തുടരുകയാണ്. പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലുമെല്ലാം ഈ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങൾക്കൊടുവിൽ മാത്രമാണ് ആളുകളെ സന്നിധാനത്തേക്ക് ഉൾപ്പെടെ കടത്തിവിടുന്നത്. അതോടൊപ്പം ഈ അവധി ദിവസം കൂടിയാണ്, സ്കൂൾ കോളേജുകൾ കൂടി അടച്ചതോടുകൂടി ഈ കുട്ടികളുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ട്. ഓരോ മണിക്കൂറിലും പടി ചവിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ അതായത് 40% കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്ന സ്ത്രീകളും ഓരോ മണിക്കൂറിലും ശബരിമലയിൽ എത്തുന്നുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖദർശനം ലഭിക്കാൻ വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതും വിജയമാണെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഇന്നലെ ഈ അപ്പത്തിന്റെയും അരവണയുടെയും വിതരണത്തിൽ നേരിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. ശർക്കര എത്താൻ വൈകിയതോടുകൂടി തന്നെ ഓരോ ആളുകൾക്കും 5 ടിൻ അരവണയും 5 പാക്കറ്റ് അപ്പവുമായിരുന്നു നൽകിയിരുന്നത്. ആ പ്രതിസന്ധി നിലവിൽ പരിഹരിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. നിലവിൽ 10 ടിൻ അരവണയും 10 പാക്കറ്റ് അപ്പവും ആളുകൾക്ക് നൽകുന്നുണ്ട്. എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായ കാര്യങ്ങൾ തുടരുകയാണ്. തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള തിരക്കാണ്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗമിന്ന് വൈകിട്ട് 5-ന് തൃശൂർ രാമനിലയത്തിലാണ് ചർച്ച. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, മന്ത്രി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും കൊച്ചിൻ ദേവസ്വം ബോർഡും ആയാണ് ചർച്ച. 2 കോടിയിലധികം രൂപ തറവാടക നൽകണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ തുക 1 കോടിയിലേക്ക് നിജപ്പെടുത്തി സമവായം കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. ഇരുകൂട്ടരും തീരുമാനത്തിന് വഴങ്ങുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പിന്നീടുള്ള എല്ലാ വർഷവും 10% വാടക തുക വർദ്ധിപ്പിക്കാം എന്നാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഹർജി പരിഗണിച്ചപ്പോൾ കോടതിക്ക് പുറത്ത് പ്രശ്നപരിഹാരം കാണാം എന്ന നിലപാടിലായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ്. വിഷയത്തിൽ പരിഹാരം കണ്ടെത്തി 4-ന് കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ തീരുമാനം അറിയിക്കാനാണ് സർക്കാർ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പ്രചാരണായുധമാക്കാൻ ഡൽഹിയിൽ ചേർന്ന BJP നേതൃയോഗത്തിൽ തീരുമാനം. സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചാരണം ശക്തമാക്കും. അടുത്ത മാസം 15 മുതൽ മണ്ഡലമടിസ്ഥാനത്തിൽ BJP ക്ലസ്റ്റർ യോഗങ്ങൾ ആരംഭിക്കും. പുതുമുഖ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ വിവിധ ക്ലസ്റ്റർ യോഗങ്ങളിൽ പങ്കെടുക്കും. 2024-ൽ 300-ലധികം സീറ്റ് നേടി ഭരണ തുടർച്ചയാണ് BJPയുടെ ലക്ഷ്യം. അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിന് സമീപം ഡ്രോൺ ആക്രമണം നേരിട്ട ചരക്ക് കപ്പൽ MV ചെംപ്ലൂട്ടോ മുംബൈ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. വ്യാപാര കപ്പലിന് അകമ്പടിയായി കോസ്റ്റ് ഗാർഡിന്റെ വിക്രം കപ്പലുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കപ്പൽ നാളെ മംഗലാപുരം തീരത്തേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. അന്വേഷണം തുടരുകയാണ്. ആക്രമണത്തിൽ കപ്പലിലെ 20 ഇന്ത്യക്കാർ അടക്കം 21 ജീവനക്കാരും സുരക്ഷിതരാണ്. ഗസയിൽ രൂക്ഷമായ ആക്രമണം. 24 മണിക്കൂറിനിടെ 200 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ബന്ദികളുടെ മോചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഗസയിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കണമെന്ന പ്രമേയം UN രക്ഷാസമിതി പാസാക്കിയെങ്കിലും ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം സഹായം എത്തിക്കുന്നതിന് തിരിച്ചടിയാണെന്ന് UN മേധാവി ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. യുദ്ധം തുടർന്നാൽ ഗസ പട്ടിണിയിലേക്ക് നീങ്ങുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദികളെ വിട്ടയക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. കാസർഗോഡ് നീലേശ്വരത്ത് 2 മക്കളുമായി ജീവനൊടുക്കാൻ റെയിൽവേ ട്രാക്കിലെത്തിയ യുവതിയെ രക്ഷപ്പെടുത്തി പോലീസ്. സ്റ്റേഷനിലേക്ക് വന്ന ഫോൺ കോളിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്നായിരുന്നു പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ. ട്രെയിൻ എത്തുന്നതിന് തൊട്ടു മുൻപാണ് പോലീസ് മാതാവിനെയും കുട്ടികളെയും രക്ഷിച്ചത്. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നീലേശ്വരം പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരമ്മയുടെയും 2 മക്കളുടെയും ജീവനാണ്.
എന്താണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചതെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI സാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പമുണ്ട്. അവർ തന്നെ അന്ന് രാത്രി സംഭവിച്ച കാര്യം സംബന്ധിച്ച് പറയും. കഴിഞ്ഞ ദിവസം രാത്രിയല്ലേ സംഭവിച്ചത്. രാത്രി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞതോടെ നമുക്ക് സ്റ്റേഷനിലേക്കും കോൾ വന്നിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉമ്മയും 2 കുട്ടികളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതായിട്ട് ഈ ഇറങ്ങിപ്പോയ കുട്ടിയുടെ ഉമ്മ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ചായത്താണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇറങ്ങിപ്പോയ പാടെ നമ്മൾ അവിടുത്തെ ഓട്ടോക്കാരോട് ചോദിച്ചു. അപ്പം ഏത് ഓട്ടോയാണെന്ന് മനസ്സിലായി. കറക്റ്റ് ആ ഓട്ടോക്കാരൻ്റെ നമ്പർ എടുത്ത് നമ്മൾ വിളിച്ചു. എവിടെയാണ് ഇവരെ ഇറക്കിയത്. അപ്പോൾ ഏകദേശം പേരോള്, അതായത് സ്റ്റേഷൻ്റെ അടുത്തായിട്ടൊരു സ്ഥലത്താണ് ഇവരെ ഇറക്കി വിട്ടതെന്നുള്ള മനസ്സിലായി. അപ്പോൾ നമ്മൾ 2 ജീപ്പ് എടുത്ത് 2 ഡയറക്ഷനിൽ പോയി. എന്നിട്ട് നമ്മൾ നേരെ നീലേശ്വരം സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മയും 2 കുട്ടികളായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചു, ഏതെങ്കിലും ട്രെയിൻ ഈ ടൈമിൽ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏകദേശം ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം നമുക്ക് ഇച്ചിരി ധൃതിയായി. അപ്പോൾ അവിടെ തന്നെ വീണ്ടും നമ്മൾ 2 സൈഡിലേക്കും ആളിനെ 2 സൈഡിലൂടെ നമ്മൾ തന്നെ ടീമായിട്ട് തിരിഞ്ഞ് 2 സൈഡിലേക്കും പോയി. ഏകദേശം ഒരു ഡയറക്ഷൻ പോയപ്പം കറക്റ്റ് കിട്ടി. കൃത്യസമയത്ത് ഒരു ട്രെയിനും ആ സമയത്ത് പാസ്സായി. എന്തോ ഭാഗ്യത്തിന് അത് നടുക്കത്തെ ട്രാക്കുകളാണ് പോകുന്നത്. നീലേശ്വരം സ്റ്റോപ്പ് ഇല്ലാത്തൊരു ട്രെയിനായിരുന്നു. പക്ഷെ നിന്നത് ഇത് ഡൗൺ ട്രാക്കിലായിരുന്നു ഈ ഉമ്മയും 2 കുട്ടികളും ഇരുന്നത്. അവിടെ പോയി കാണുമ്പോൾ കണ്ട കാഴ്ച ഏകദേശം ആ ട്രാക്കിനടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികളും ഉമ്മയും ആ ട്രാക്കിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ സ്റ്റേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് ബന്ധുക്കളൊക്കെ വീട്ടി എന്താ നടന്ന സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇത്രയും രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് രാവിലെ 10 മണിക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിവിട്ടിട്ടുണ്ട്. അവർ അന്നേരമാണ് വിട്ടത്. അവരെ ഞാൻ പറഞ്ഞു, സൂക്ഷിക്കണം, രാത്രിയാണ്, രാവിലെ എത്തിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. ഇത് രാവിലെ അവർ എത്തുകയും ചെയ്തു. ഇനി ബോധവൽക്കരണം ഉൾപ്പെടെ പോലീസിൻ്റെ ഓക്കെ, തീർച്ചയായും അത് കൗൺസിലിംഗ് ആവശ്യമായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ ഉണ്ട്. ആ പെൺകുട്ടിയെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ല. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഒരു ഫോഴ്സിന് ആരോടും ഈ ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ നമ്മളൊക്കെ എന്തിനായി പണിയെടുക്കുന്നത്? ഇങ്ങനെയുള്ള ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ സഹായം ചോദിക്കണ്ടേ? അപ്പോൾ ഒന്നും പറയുന്നില്ല, കരച്ചിലാണ്. കുടുംബ പ്രശ്നമാണെന്നാണ്. അതെ, കുടുംബ പ്രശ്നം തന്നെയാണ്. എന്തായാലും പോലീസിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി. ഒരുപക്ഷെ അന്ന് രാത്രി ലഭിച്ച വിവരം അവഗണിച്ചിരുന്നെങ്കിൽ വലിയ ദുരന്ത വാർത്ത പുറത്തു വന്നേനെ. പോലീസ് കൃത്യമായി ഇടപെട്ടു. അതുകൊണ്ട് 3 ജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ചു. നീലേശ്വരത്ത് നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരിൽ 75% 35 വയസ്സിൽ താഴെയുള്ളവർ എന്ന് റിപ്പോർട്ട്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമായ കോയിൻ സ്വിച്ചാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ക്രിപ്റ്റോ കറൻസി നിക്ഷേപത്തോട് യുവാക്കൾക്ക് വർദ്ധിച്ചു വരുന്ന ആവേശം വെളിവാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. നിക്ഷേപങ്ങളുടെ സ്വഭാവം ഓരോ കാലത്തും മാറി മാറി വരും. റിയൽ എസ്റ്റേറ്റും സ്ഥിര നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടുകളുമൊക്കെയാണ് മുതിർന്ന പൗരന്മാരുടെ ഇഷ്ട നിക്ഷേപ ഇടങ്ങൾ. യുവാക്കളുടെ ശ്രദ്ധ പ്രധാനമായും ക്രിപ്റ്റോ കറൻസിയിലാണെന്നാണ് പുതിയ റിപ്പോർട്ട്. രാജ്യത്തെ 1.9 കോടി വരുന്ന ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരിൽ 75% 35 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് കോയിൻ സ്വിച്ച്. ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരിൽ 9% പേർ സ്ത്രീകളാണെന്നതാണ് മറ്റൊരു സവിശേഷത. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 35% പേരും 26-നും 35-നും ഇടയിൽ പ്രായമുള്ള 40% പേരും 36-നും 45-നും ഇടയിൽ പ്രായമുള്ള 15% പേരും ക്രിപ്റ്റോ കറൻസിയിലാണ് ഭാഗ്യം തേടുന്നത്. നിക്ഷേപകരിൽ കേവലം 10% പേർ മാത്രമേ 46 വയസ്സിനുമേൽ പ്രായമുള്ളവരായിട്ടുള്ളൂ. ഡൽഹിയിലും ബംഗളൂരുവിലും മുംബൈയിലുമാണ് ക്രിപ്റ്റോ കറൻസി നിക്ഷേപകർ കൂടുതൽ. ഡോജ് കോയിനിലാണ് 2023-ൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ നിക്ഷേപിച്ചത്, 11%. 8.5% പേർ ബിറ്റ്കോയിനിലും 6.4% പേർ എഥേറിയത്തിലും നിക്ഷേപം നടത്തി. റിസർച്ച് ഡെസ്ക്, 24. ഗ്രാമീണ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ വിളിച്ചു പറയുന്ന ദേശീയ സരസ് മേള കൊച്ചിയിൽ ശ്രദ്ധേയമാകുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തനതുൽപ്പന്നങ്ങൾ കയ്യെത്തും ദൂരത്ത് ലഭിക്കുമെന്നതാണ് സവിശേഷത. കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഭക്ഷ്യമേളയിൽ രുചിഭേദങ്ങൾ ആസ്വദിക്കാനും അവസരമുണ്ട്. കശ്മീർ മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന പ്രദേശങ്ങളിലെ തനത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദകരിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങാനുള്ള അവസരമാണ് ദേശീയ സരസ് മേള കൊച്ചിക്കാർക്ക് ഒരുക്കുന്നത്. കശ്മീരി പട്ടുസാരി, രാജസ്ഥാനിൽ നിന്നുള്ള വിവിധതരം സൽവാറുകൾ, ഒഡീഷയിലെ പ്രശസ്തമായ കൈത്തറി, എല്ലാം മിതമായ വിലയിൽ.
കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് സരസ് മേള തുടരുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സരസ് മേളയിൽ ലഭ്യമാണ്. എനിക്ക് തോന്നുന്നത് സമൂഹത്തിലെ എല്ലാ കോണുകളിൽ നിന്നുള്ള ആളുകളുടെയും വളരെ മികച്ച പങ്കാളിത്തമാണ് നാളിതുവരെ ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്മൾ 250-ൽ പരം പ്രൊഡക്റ്റ് സ്റ്റോളുകളാണ് ഇതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. ഏറ്റവും മിതമായ നിരക്കിൽ വിവിധ സംസ്ഥാനങ്ങളുടെ അടക്കം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ സ്റ്റോളുകളിൽ ലഭ്യമാണ്. കൂടാതെ ഇത് മേളയുടെ ഏറ്റവും ആകർഷണീയത എന്ന് പറയുന്നത് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഇന്ത്യ ഫുഡ് കോർട്ട് തന്നെയാണ്. കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയാണ് മറ്റൊരു ആകർഷണം. 150-ലധികം ബിരിയാണികളാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും അതാതു നാടുകളിൽ നിന്നുള്ളവർക്ക് തന്നെ തയ്യാറാക്കി നൽകുന്നു. അവധിക്കാലം ആരംഭിച്ചതോടെ കുടുംബസമേതമാണ് ആളുകൾ സരസ് മേളയിലേക്ക് എത്തുന്നത്. കൊച്ചി. മലപ്പുറം വേങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അനിത്തിന് സ്പെയിനിലെ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ അവസരം കിട്ടി. സന്തോഷിക്കേണ്ട അനിത്ത് ഇപ്പോൾ ആകെ വിഷമത്തിലാണ്. സ്പെയിനിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി അനിത്തിന്റെ കുടുംബത്തിനില്ല. സ്പോൺസർമാരിലാണ് പ്രതീക്ഷ. മണ്ണാർക്കാട് നടന്ന സെലക്ഷൻ മത്സരത്തിലാണ് അനിത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 10 പേർക്ക് സ്പെയിനിലെ ES മിസ്ലേറ്റ ക്ലബിലേക്ക് അവസരം ലഭിച്ചത്. 1 മാസത്തെ പരിശീലനം ഉടൻ തുടങ്ങും. പണമാണ് അനിത്തിന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം. മിസ്ലേറ്റ ഒരു ക്ലബ്ബൊക്കെയാണ് സെലക്ഷൻ കിട്ടിയത് സ്പെയിനിൽ. അപ്പം അതിന് പോകാൻ 5 ലക്ഷം വേണം. എന്നാലും നമുക്ക് അവിടെ പോയി കളിക്കാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് ഒരു സെലക്ഷനും കൂടി ഉണ്ടാവും. അതിൽ അവിടെ കിട്ടിയാലേ അവിടെ ഫ്രീ ആക്കാനും ഫുള്ളായിട്ട്. അങ്ങനെയാണ് അവർ പറഞ്ഞു. ആകെ 5 ലക്ഷത്തോളം രൂപ ചിലവ് വരും. ഡിസംബർ 31-ന് മുൻപായി 2,75,000 രൂപ നൽകണം. അതുപോലും കുടുംബത്തിന്റെ പക്കലില്ല. ശരിക്കും 5 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അതിൽ 2,70,000 ഫസ്റ്റ് നമ്മൾ ഗഡ് അടക്കണം. അതിപ്പോൾ അവർ പറഞ്ഞ ഈ മാസം 20-ാം തീയതിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഇപ്പം ഈ മാസം ലാസ്റ്റ് 30-ാം ആക്കിയിട്ടുണ്ട്. ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മലപ്പുറത്ത് നിന്നാണ് അനിത്ത് വരുന്നത്. കഴിവുണ്ടായിട്ടും പണം തടസ്സമാകരുത്. സ്പോൺസറെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. 24 മലപ്പുറം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.